സച്ചിന്റെ മകന്റെ വിവാഹത്തിന് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ തിളങ്ങിയത് സാറയായിരിക്കും. ചിലപ്പോൾ ഒരു ഇൻട്രോവേർട്ട് സ്വഭാവം ഉള്ളത് കൊണ്ടായിരിക്കും പല സമയത്തും അർജുൻ ഇത് തന്റെ കല്യാണമാണ് നടക്കുന്നത് എന്നുള്ള കാര്യം മറന്നു പോകുന്നത്. പ്രേമിക്കുമ്പോഴുള്ള ആ ഒരു കോൺഫിഡൻസ് മണ്ഡപത്തിലേക്ക് കയറുമ്പോൾ പല ചെറുപ്പക്കാർക്കും കാണില്ല. ആ ഒരു പതർച്ച അർജുന്റെ മുഖത്ത് വ്യക്തമായിരുന്നു. അങ്ങനെ വീണ്ടും ഒരു സെലിബ്രിറ്റി വിവാഹത്തിന് നമ്മൾ സാക്ഷിയായിരിക്കുകയാണ്. സൗത്ത് മുംബൈയിലെ സെയിന്റ് റീജിസ് 5-സ്റ്റാർ ഹോട്ടലിൽ വെച്ച് മാർച്ച് 5-നായിരുന്നു അർജുൻ സാനിയ വിവാഹം. സച്ചിന്റെ കുടുംബത്തിലെ വിവാഹം ആയതുകൊണ്ട് തന്നെ സെലിബ്രിറ്റികളുടെ ഒരു ഒഴുക്ക് തന്നെ ആയിരുന്നു. സച്ചിന് ഏറ്റവും പ്രിയപ്പെട്ട അംബാനി കുടുംബം തന്നെയായിരുന്നു ചടങ്ങിലെ പ്രധാന ആകർഷണം. മുകേഷ് അംബാനിയും നിത അംബാനിയും ആകാശ് അംബാനിയും ശ്ലോക മെഹ്തയും കൂടി ഒരുമിച്ചാണ് ചടങ്ങിൽ എത്തിച്ചേർന്നത്. മീഡിയ കോൺട്രവേഴ്സിയെ കാറ്റിൽ പറത്തിക്കൊണ്ട് അഭിഷേക് ബച്ചനും ഐശ്വര്യ റായും ഒരുമിച്ചാണ് എത്തിച്ചേർന്നത്. ഇവർ ഇന്ന് ഡിവോഴ്സ് ചെയ്യും, നാളെ ഡിവോഴ്സ് ചെയ്യും എന്ന് പറഞ്ഞ് നടന്ന മീഡിയയെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു അവരുടെ എൻട്രി. കിങ് ഖാനും കുടുംബവുമായിരുന്നു ചടങ്ങിലെ മറ്റൊരു വലിയ ആകർഷണം. സച്ചിന്റെ വളരെ അടുത്ത സുഹൃത്തായ ആമിർ ഖാൻ തനിച്ചാണ് എത്തിച്ചേർന്നത്. മീശ വിരിച്ച് ചുവന്ന കുർത്തയ്ക്ക് മുകളിൽ അതിന് മാച്ചായ നെഹ്റു കോട്ട് ധരിച്ചായിരുന്നു ആമിർ ഖാന്റെ എൻട്രി. ട്രഡിഷൻ ഒട്ടും കൈവിടാതെ വളരെ എലഗന്റായാണ് അമിതാഭ് ബച്ചനും ജയാ ബച്ചനും എത്തിച്ചേർന്നത്. ലെജൻഡറി സിംഗർ ആശാ ഭോസ്ലെയും ചടങ്ങിലെ മറ്റൊരു ആകർഷണമായിരുന്നു. ക്രിക്കറ്റ് കുടുംബമായതുകൊണ്ട് തന്നെ ക്രിക്കറ്റ് താരങ്ങളുടെ ഒരു വലിയ സംഗമം തന്നെയായിരുന്നു അർജുന്റെ വിവാഹം. ചടങ്ങിലെ മുഖ്യ ആകർഷണം മഹേന്ദ്ര സിംഗ് ധോണിയും സാക്ഷിയുമായിരുന്നു. മുൻഭാഗത്തായി സർദോസി എംബ്രോയിഡറിയോട് കൂടിയ സോഫ്റ്റ് ബീജ് കളർ കുർത്തയാണ് ധോണി ധരിച്ചത്. സുനിൽ ഗാവസ്കർ, രാഹുൽ ദ്രാവിഡ്, അനിൽ കുംബ്ലെ, ഇർഫാൻ പഠാൻ, യൂസഫ് പഠാൻ, യുവരാജ് സിംഗ്, സുരേഷ് റെയ്ന, ഹർഭജൻ സിംഗ്, സഹീർ ഖാൻ, ആശിഷ് നെഹ്റ, അജിൻക്യ രഹാനെ, ധവാൽ കുൽക്കർണി, പൃഥ്വിഷ എന്നിവർ കുടുംബസമേതമായിരുന്നു വിവാഹത്തിന് പങ്കെടുത്തത്. സച്ചിന്റെ ഓപ്പണിംഗ് പെയറായ വീരേന്ദർ സെവാഗ് തനിച്ചാണ് എത്തിയത്. ശ്രേയസ് അയ്യരും സ്റ്റൈലിഷ് എൻട്രിയാണ് നടത്തിയത്. അർജുന്റെ വിവാഹത്തിനും T20 സെമി ഫൈനലിലും വിരാട് കോഹ്ലിയുടെ അഭാവം നികത്താൻ കഴിയാത്തത് തന്നെയാണ്.